ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 222 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നസ്ഡാക്ക് 143 പോയിന്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 50 പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പോസിറ്റീവായിട്ട്. കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു. മാർക്കറ്റ് ഏകദേശം റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തിങ്കളാഴ്ച പോയിട്ട് ബാക്കി 4 ദിവസവും നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ആയിരുന്നു. എല്ലാം ഹൈയിലാണ്, പ്രീവിയസ് ഡേയുടെ ഹൈയിലാണ് എല്ലാം ക്ലോസിങ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയൊക്കെ എല്ലാം പ്രീവിയസ് ഡേയുടെ മുകളിലോട്ട് ക്ലോസിങ് വന്നിരിക്കുന്നത് തന്നെ നല്ലൊരു പോസിറ്റീവാണ്. മാർക്കറ്റ് ഇന്നലെ വെള്ളിയാഴ്ച സസ്റ്റെയിൻ ചെയ്തത് ഈ ഒരു ട്രെൻഡ് ലൈനിലാണ്. നമ്മൾ നേരത്തെ സപ്പോർട്ടായിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. കൃത്യം അവിടെ തന്നെ നമുക്കൊരു റിജക്ഷൻ വന്നു. വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞതാണ്, ഇതിന് മുകളിൽ മാർക്കറ്റ് ഒരു ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകും. പക്ഷെ അതിന്റെ താഴെയാണ് കൃത്യമായിട്ട് റിജക്ഷൻ വന്ന് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തിങ്കളാഴ്ച ഇനിയിപ്പം എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് ലൈനിന് മുകളിൽ ഒരു മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. 22,909, 23,118. മാർക്കറ്റ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും അടുത്തൊരു റിജക്ഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ മുകളിൽ നിന്ന് വരുന്ന ട്രെൻഡ് ലൈനും ഉണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നാണ്. ഓൾ ടൈം ഹൈ തൊട്ട് നമുക്ക് ഇവിടെ റെസ്പെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ലെവല്. അപ്പം ഇനി ഇത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ മിക്കവാറും മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മാർക്കറ്റ് ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് ഇത് ബ്രേക്ക്ഔട്ട് കിട്ടണം. ഈ 2 സോണും ബ്രേക്ക്ഔട്ട് കിട്ടി മുകളിൽ ക്ലോസിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് പോവാൻ സാധ്യതയുണ്ട്. നമുക്ക് സെൻസെക്സ് നോക്കാം. സെൻസെക്സിലും സെയിം തന്നെയാണ് ഈ ഒരു ലൈന്. 75, 674, 76, 364. നിഫ്റ്റി നേരത്തെ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തുമ്പോൾ തന്നെയായിരിക്കും സെൻസെക്സും ഈ ഒരു ലെവലിൽ എത്താനുള്ള സാധ്യത. അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള ഈ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. ട്രെൻഡ് ലൈനും ഈ ഒരു ഏരിയയും ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ സെൻസെക്സ് പുതിയൊരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് ഇവിടെ ജസ്റ്റ് ഒരു ഹൈ വന്നു എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് അപ് ട്രെൻഡില്ല. മാർക്കറ്റ് ഇപ്പോഴും നെഗറ്റീവിൽ തന്നെയാണുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലോവർ ഹൈ ഫോർമേഷൻ ആണ്. ഈ ഒരു ഹൈ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു ലോവർ ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുന്നത് വീണ്ടും ഒരു ലോവർ ഹൈ വന്നു. ഇതിന്റെ താഴെ വീണ്ടും ഒരു ലോവർ ഹൈ വന്നു. നമ്മൾ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു കയറാൻ സമയത്ത് പറഞ്ഞതാണ്, ഇതിന് മുകളിൽ ഒരു ഹൈ വന്നു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് അടുത്തൊരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. പക്ഷെ അതിന്റെ താഴെ വെച്ച് തന്നെ ഞാൻ ആ സമയത്ത് 24,000 പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷെ 23,800 ഈ ഒരു ഹൈ ബ്രേക്ക് കിട്ടിയില്ല. അതിന്റെ താഴെ ഒരു ഹൈ വന്നിട്ടാണ് താഴോട്ട് വന്നത്. അപ്പം അടുത്ത് വീണ്ടും ഒരു ഹൈക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. മാർക്കറ്റിന്റെ ഒരു ഫോർമേഷൻ അങ്ങനെയാണ്. ഇവിടെ നിന്ന് അടുത്തൊരു ഹൈക്ക് വേണ്ടിയിട്ട് വരുന്നതാണ്. ഈ ഒരു ലോയ്ക്ക് താഴെയാണ് പുതിയൊരു ലോവർ ലോയും വന്നിരിക്കുന്നത്. മാർക്കറ്റ് അടുത്ത് ഇവിടെ നിന്ന് ഒരു ലോവർ ഹൈ ആണ് വരുന്നതെങ്കിൽ വീണ്ടും ഒരു ലോവർ ഹൈ ആണ് വരുന്നതെങ്കിൽ വീണ്ടും അടുത്തൊരു ഹയ്യർ ലോ വരണം. ഇതിന് മുകളിൽ ഒരു ഹയ്യർ ലോ. ആ ഒരു ഹയ്യർ ലോ വരേണ്ടത് ഈ ഒരു ട്രെൻഡ് ലൈനിൽ മിക്കവാറും റെസ്പെക്ട് ചെയ്ത് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു കയറുന്നതെങ്കിൽ മാർക്കറ്റ് പുതിയൊരു ഫോർമേഷനിലോട്ട് പോകും. അതായത് ഈ ലോയ്ക്ക് മുകളിൽ പുതിയൊരു ലോ വരണം. ഈ ഒരു ഹൈ ഇവിടെ തന്നെ നിൽക്കുകയും ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ ഇവിടെ നിന്നൊരു അപ് ട്രെൻഡിലോട്ട് പോകത്തുള്ളൂ. അല്ല ഇവിടെ നിന്നൊരു ലോവർ ഹൈ വന്നിട്ട് പിന്നെ വീണ്ടും പുതിയൊരു ലോവർ ലോ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹയർ ലോ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്.
ഇവിടെ ഈ ഒരു രണ്ട് ഫോർമേഷനും അടുത്തൊരു ഹൈയും അടുത്തൊരു ലോയും ക്രിയേറ്റ് ചെയ്യുന്നത് വരെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇപ്പോഴും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് സെൻസെക്സിലും. ഇവിടുന്ന് ഈ ഒരു ലോ വന്നു, ഹൈ വന്നു, ഈ ഹൈക്ക് താഴെയാണ് പുതിയൊരു ഹൈ വന്നത്, ഈ ലോയ്ക്ക് താഴെയാണ് പുതിയൊരു ലോ വന്നത്. അപ്പൊ മാർക്കറ്റിന് ഇവിടെ നിന്ന് കയറി പുതിയൊരു ലോവർ ഹൈ വരണം അല്ലേ? ഈ ഹൈക്ക് താഴെ ഒരു ലോവർ ഹൈ വരികയും വീണ്ടും ഇവിടെ നിന്ന് പുതിയൊരു ഹയർ ലോ വരികയും ചെയ്യണം. അപ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടെ നിന്ന് മിക്കവാറും തിരിച്ച് മുകളിലോട്ട് കയറിപ്പോവാൻ സാധ്യത ഉണ്ട്. അല്ല, ഇവിടെ ഒരു ലോവർ ഹൈ വന്നിട്ട് വീണ്ടും ഒരു ലോവർ ലോ ആണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ സെൻസെക്സിലും മാർക്കറ്റ് താഴോട്ട് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിപ്പിച്ചിട്ടുള്ള ബെൻഡ്. ആ ഒരു ബെൻഡ് ഇവിടെ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ ക്യാഷ് മാർക്കറ്റ് ഏകദേശം ക്യാഷ് മാർക്കറ്റ് വെള്ളിയാഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ FIS 2035 കോടിക്കാണ് നെറ്റ് സെല്ലിങ്, DIS 2320. നെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഏകദേശം 300 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ആദ്യം തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ മാസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഏറ്റവും നല്ല ട്രേഡറിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കോൺടെസ്റ്റ് മത്സരം നടത്തുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാർച്ച് തൊട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം മാസത്തിൽ ഏറ്റവും നല്ലൊരു ട്രേഡർക്കാണ് ഒരു ട്രേഡർ അല്ല, നമ്മൾ കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആ നിബന്ധനകൾ പാലിച്ച് വിജയിക്കുന്ന ട്രേഡർമാർക്കെല്ലാം നമ്മൾ ഗ്രൂപ്പിന്റെ വക മൊമെന്റോ കൊടുത്ത് ആദരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷവും നടത്തിയിരുന്നു, പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ഇപ്രാവശ്യം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയിരുന്നത് മെയിൻ ഗ്രൂപ്പിൽ പോൾ ഇട്ടിട്ടാണ് നമ്മൾ വിജയികളെ തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മുടെ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് ഉണ്ട്, സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുന്നവരെ മാത്രമേ നമ്മൾ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ. നമ്മൾ 4 ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ടാസ്ക് എന്ന് പറയുന്നത് സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസിന്റെ ഭാഗമായിട്ട് അത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ ഈ 4 ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ 4 ടാസ്കും കംപ്ലീറ്റ് ചെയ്തവരാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയത്. ആ 4 ടാസ്കും കംപ്ലീറ്റ് ചെയ്തു വന്ന വെറും 10 പേരേ ഉള്ളൂ. ആ 10 പേരിലാണ് ഈ മത്സരം നടക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ 800 പേരുണ്ട്, അവരിൽ നിന്നല്ല. വീക്കിലി നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആഴ്ചയാണ് ഈ ആഴ്ച കടന്നുപോയത്, ഈ കോൺടെസ്റ്റ് തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ ആഴ്ച. അപ്പം വീക്കിലിയിലും ഏറ്റവും മികച്ച ട്രേഡർമാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ മാർച്ച് മാസത്തെ ആദ്യത്തെ ആഴ്ച ട്രേഡ് ചെയ്ത എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു 5 ദിവസത്തിൽ 4 ദിവസം ട്രേഡ് ചെയ്തു, ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച സ്ട്രാറ്റജി അനുസരിച്ച് എവിടെയാണോ എൻട്രി വരുന്നത് അവിടെ നിന്ന് മാത്രമേ എൻട്രി എടുക്കാവൂ. എൻട്രി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൺഫർമേഷൻ ഇല്ലാതെ ഒരു ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അത് തുടർച്ചയായിട്ട്, നമുക്ക് പ്രോഫിറ്റ് അല്ല പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ഒരു ഇതിലൂടെ നമ്മൾ നോക്കുന്നത് പ്രോഫിറ്റ് അല്ല, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിലനിർത്തുക. ഇപ്പം ഒരാഴ്ച പച്ച കത്തിച്ചു, അടുത്ത ആഴ്ച വീണ്ടും, സാറിന് നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണ്. 4 ദിവസം പച്ച കത്തുകയാണെന്നുണ്ടെങ്കിൽ 5ാമത്തെ ദിവസം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മൊത്തം അങ്ങ് അടിച്ചുകൊണ്ട് പോകും. കഴിഞ്ഞ 4 ദിവസം ഉണ്ടാക്കിയത് 5ാമത്തെ ദിവസം എല്ലാം കൂടെ പോകും. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് ജേണലിനെ കുറിച്ച്. ആ ഒരു ട്രേഡിംഗ് ജേണലും ഈ മത്സരത്തിന്റെ ഭാഗമാണ്. കൃത്യമായിട്ട് ഈ പങ്കെടുക്കുന്ന എല്ലാവരും വീക്കിലിയിൽ ട്രേഡിംഗ് ജേണൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ എവിടെയാണ് തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന്. അപ്പം ഈ ട്രേഡിംഗ് ജേണൽ എഴുതുന്നവർക്കും അറിയാം, നമുക്ക് തോന്നുന്നത് പോലെ എവിടെയെങ്കിലും കയറി എൻട്രി എടുത്തു കഴിഞ്ഞാൽ അത് ഈ ട്രേഡിംഗ് ജേണലിൽ എഴുതി വയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരമാണ്. അത് കാരണം മറ്റുള്ളവർ കാണുന്നതാണ്. ഈ സാധനമൊക്കെ നമ്മൾ മെയിൻ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ആഴ്ച നമുക്ക് വിന്നറായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് നിന്നുള്ള സന്ദീപാണ്. സന്ദീപ് 5 ദിവസത്തിൽ 4 ദിവസം ട്രേഡ് ചെയ്തു, 4 ദിവസവും പ്രോഫിറ്റ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ
PNL ഇവിടെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രേഡിംഗ് ജേണലും ഇവിടെ ഉണ്ട്. ട്രേഡിംഗ് ജേണലൊക്കെ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് സന്ദീപ് എഴുതിയിരിക്കുന്നത്. കൃത്യമായിട്ട് എന്താണോ മാർക്കറ്റിൽ ചെയ്തത് ആ കാര്യങ്ങൾ അത്രയും. കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്റ്റേക്ക് എഴുതി കഴിഞ്ഞാൽ നമ്മളിത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും, ഞാൻ അന്ന് എന്തിനാണ് ഇങ്ങനെ എൻട്രി എടുത്തത്, എൻ്റെ മണ്ടത്തരമാണ്. അപ്പൊ നമ്മളിത് പലവട്ടം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഏതൊരു ട്രേഡറും ട്രേഡിംഗ് ജീവിതത്തിൽ എഴുതേണ്ട ഒരു സാധനമാണ് ട്രേഡിംഗ് ജേണൽ. നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് ജേണൽ ശീലമാക്കി കഴിഞ്ഞാൽ അതൊരു നമ്മുടെ ട്രേഡിംഗ് ജീവിതത്തിൽ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാ ആഴ്ചയും നമുക്ക് വിജയികൾ ഉണ്ടാവും. താല്പര്യമുള്ളവർ ഈ നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡ്സ് ഓൺ പ്രൈസ് ആക്ഷൻ ട്രെയിനിങ് സീരീസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ 4 ടാസ്ക് ഉണ്ട്. 4 ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഉൾപ്പെടുത്തും. ഇതിലുള്ളവരെ മാത്രമേ നമ്മൾ ഇതിൽ ഈ കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പ് ഇപ്പം നമ്മളിപ്പം ഒരു ഗ്രൂപ്പിലല്ല ഉള്ളത്, പല ഗ്രൂപ്പുകളിലുണ്ട്. ഇപ്പം മെയിൻ ഗ്രൂപ്പിൽ ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് എത്ര പേര് പ്രോഫിറ്റ് എടുത്ത് എത്ര പേര് ലോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പങ്കെടുക്കത്തില്ല, പകുതി പേരെങ്കിലും പങ്കെടുക്കും. പക്ഷെ ആ പകുതി പേര് ഈ പഠിച്ചു ചെയ്യുന്നവരായിരിക്കില്ല. ചിലപ്പം പെയ്ഡ് ഗ്രൂപ്പുകളിൽ നിന്ന് കോൾ എടുക്കുന്നവരായിരിക്കും, ചിലപ്പോൾ കറക്കി കുത്തി കോൾ എടുക്കുന്നവരായിരിക്കും. അപ്പം അവരെയല്ല നമുക്ക് ആവശ്യം. പഠിച്ച് ട്രേഡ് ചെയ്യുന്നവരിൽ എത്ര പേര് വിജയിക്കുന്നു അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. FAS ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ FAS ഏകദേശം വെള്ളിയാഴ്ച 3.17 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 1.83 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. രണ്ടും ബൈയിങ് ആണ്. പ്രോ 1.5 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ്, അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ ചെറിയൊരു ക്വാണ്ടിറ്റി 10,000 സംതിങ്. ഇതിൽ പ്രോ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈയിങ്ങിൽ നിന്ന് സെല്ലിങ്ങിലോട്ട് മാറിയിട്ടുണ്ട്. പ്രോ ഇത്രയും ദിവസം സ്ട്രോങ് ബൈയിങ് ആയിരുന്നതാണ്, അവരിപ്പം പടിയായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ക്ലൈന്റ് 3.4 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷനും 2.92 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷനും രണ്ടും സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പിന് സാധ്യതയുണ്ട്. മാർക്കറ്റ് ബുള്ളിഷ് ആണ്. താഴോട്ട് വന്നു കഴിഞ്ഞാലും നിഫ്റ്റി തിരിച്ച് കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ CPR ലെവൽ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും. 22,500 480 ലെവലൊക്കെ സ്ട്രോങ് സപ്പോർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാണ് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ആദ്യത്തെ എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ് ഭയങ്കര വോൾട്ടൈലായിരുന്നു മാർക്കറ്റ്. തിരിച്ചിവിടെ നിന്നാണ് CPR സപ്പോർട്ട് എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിരുന്ന വ്യാഴാഴ്ചത്തെ ഹൈ, ആ ഒരു വ്യാഴാഴ്ചത്തെ ഹൈ ബ്രേക്ക് ചെയ്തു. ആദ്യം അവിടെ മൊത്തം ഒരു റിജക്ഷൻ വന്നുവെങ്കിലും തിരിച്ചു കയറി ഫസ്റ്റ് ടാർഗറ്റ്, അതും കഴിഞ്ഞ് സെക്കൻഡ് ടാർഗറ്റ് 22,630 22,600 ഏകദേശം 200 പോയിന്റോളം മുകളിൽ കയറിയിട്ടാണ് പിന്നെ താഴോട്ട് സൈഡ് വൈസ് മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. തിങ്കളാഴ്ച നാരോ CPR ആണ്, ഏകദേശം 3 പോയിന്റിന്റെ CPR ആണ്, നാരോ CPR ആണ്. മാർക്കറ്റ് ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് നോക്കുക. താഴോട്ട് ഒറ്റ ലെവലേ ഉള്ളൂ. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 22,480 22,479 കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ലോ ആണ്. അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,489 22,471 താഴോട്ട് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മിക്കവാറും സപ്പോർട്ട് കിട്ടും. 480 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും മാർക്കറ്റിൽ. ഇതിനിടയ്ക്ക് ചെറിയൊരു സപ്പോർട്ടുണ്ട്. ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. 506 ഇവിടെ നിന്ന് CPR ബ്രേക്ക്ഔട്ട് കിട്ടി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ചെറിയൊരു സപ്പോർട്ട് കിട്ടും. 22,506 ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,480 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയ 22,598 22,600 വരുന്നത് ചെറിയൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഇത് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 22,635 22,656 ഫസ്റ്റ് ടാർഗറ്റ്.
അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ CPR നോക്കുക, മെനഞ്ഞാത്ത ക്ലോസിംഗ് നോക്കുക, ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് കയറി പോകും. ഫസ്റ്റ് ടാർഗറ്റ് 22,598 വയ്ക്കുക. സെക്കൻഡ് ടാർഗറ്റ് 22,635. ചെറിയ 2 ടാർഗറ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഓരോ ബ്രേക്കൗട്ട് നോക്കുക. 22,715 തൊട്ട് 734 വരയ്ക്കും രണ്ടാമത്തത്, മൂന്നാമത്തെ 22,805, 22,824. നമുക്ക് സെൻസെക്സിന്റെ ലെവലിലൂടെ നോക്കാം. സെൻസെക്സിനും വ്യാഴാഴ്ച കൃത്യമായിട്ട് നമ്മൾ CPRനുള്ളിൽ ഒരു ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. 74,022, 74,095. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. സെൻസെക്സിലും നാരോ CPR ആണ്. 74,312 തൊട്ട് 74,326 വരയ്ക്കും. താഴോട്ട് ഇതിലും ഒരു സപ്പോർട്ടേ ഉള്ളൂ. 74,051, 74,030. ഇതായിരിക്കും ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത്. ഇടയ്ക്ക് ചെറിയൊരു സപ്പോർട്ടുണ്ട് 74,181. മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഏകദേശം 74,483. ഈ 2 റെസിസ്റ്റൻസും സപ്പോർട്ടും ഇപ്പൊ നിഫ്റ്റിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഒറ്റ കോളമേ വരച്ചിട്ടുള്ളത്. ക്യാമറയുടെ റെസിസ്റ്റൻസ് ആണ്. അത് ക്യാമറയുടെ ഒരു റെസിസ്റ്റൻസും ഇതൊരു സപ്പോർട്ടുമാണ്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ ചെറിയൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആ ലൈനുകൾ ആക്ട് ചെയ്യും. ശ്രദ്ധിക്കാതെ കൃത്യം ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഉണ്ടായിരിക്കും. ആദ്യത്തെ റെസിസ്റ്റൻസ് വരുന്നത് 74,599, 74,634. രണ്ടാമത്തത് 74,864, 74,900. മൂന്നാമത്തത് 75,131, 75,164. അപ്പം ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.